ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മീഡിയയിൽ ഫുള്ള് നടനും പൊളിറ്റീഷ്യനുമായിട്ടുള്ള കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള ദിയ കൃഷ്ണയും അതുപോലെ തന്നെ അവരുടെ പേജായിട്ടുള്ള ഓബൈ ഓസി ഇതിനെ ചുറ്റിപ്പറ്റിയാണ് കുറച്ച് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മോറൽ സൈഡ് എന്താണ്, തട്ടിക്കൊണ്ടുപോക്കൽ അല്ലെങ്കിൽ പണം തട്ടൽ, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. അപ്പം എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പലർക്കും അറിയില്ല. അപ്പം എനിക്ക് എന്താണ് തോന്നിയത്, പേഴ്സണലി എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് വിഷയം എന്താണെന്ന് നോക്കാം. അതായത് ഈ ഓബയോസി എന്ന് പറയുന്ന ഈ ഒരു ജ്വല്ലറി ഓൺലൈൻ പേജിൽ 68 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് അവിടെ നിന്നേക്കുന്ന 3 സ്റ്റാഫ് 3 പെൺകുട്ടികളെ നടത്തിയിരിക്കുന്നതാണ് പറയുന്നത്. അതായത് 68 ലക്ഷത്തോളം രൂപ ഇവരൊരു ഓഗസ്റ്റ് തൊട്ട് ആ ഒരു ടൈം തൊട്ട് ഇപ്പം വരെ അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് സ്കാനർ മാറ്റി കൊടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പം നമുക്കൊരു ഷോപ്പിനെ ബേസ് ചെയ്തൊരു സ്കാനർ കാണും. അതായത് ആ ഓണറിൻ്റെ പേരിലുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഓണറിൻ്റെ പേരിലുള്ള അക്കൗണ്ട് ആയിരിക്കും. അപ്പം ആൾക്കാർ പൈസ ഇടാൻ നേരം ആകുമ്പോഴത്തേക്ക് ഇവർ സ്കാനർ മാറ്റി പകരം ഇവരുടെ സ്കാനറും നമ്പരും ഒക്കെ കൊടുത്തിട്ട് 68 ലക്ഷം രൂപയോളമാണ് ഇവർ തട്ടിപ്പ് നടത്തി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്ന കള്ളമാണ്, കൃഷ്ണകുമാറിൻ്റെ ഫാമിലി പറയുന്നത് കള്ളമാണ്, ഈ പെൺകുട്ടികളുടെ സൈഡിലാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പം ഇതിപ്പോൾ 2-3 ദിവസമായി. ഇപ്പോൾ ഓരോരോ ദിവസവും വരുന്ന അപ്ഡേഷൻസ് അനുസരിച്ച് അവരുടെ സൈഡാണ് കറക്റ്റ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഫുള്ള് പുറത്ത് വരുന്നത്. അപ്പം ദിയ കൃഷ്ണ ഇത് ഫുൾ അറിയുകയും ഈ 3 പെൺകുട്ടികളെ വിളിക്കുകയും അപ്പം നിങ്ങൾ കാശ് എടുത്തിട്ടുണ്ടെന്നൊക്കെ ഇതോട്ട് അറിയുകയും കാര്യങ്ങളെല്ലാം പറയും. അങ്ങനെ ഇവരുടെ ഓഫീസിലേക്ക് വരികയും അവിടെ വെച്ച് സംസാരം ഉണ്ടാകുകയും അപ്പം അവിടെ ചുറ്റിനുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ അതിനകത്തേക്ക് വിളിക്കുക. അപ്പം അതിനകത്ത് കൃഷ്ണകുമാർ പറയുന്നുണ്ട് ഇവരുണ്ട്, ഇവരുടെ ഹസ്ബൻഡ് ഉണ്ട്, അപ്പം ഇവരെല്ലാവരും ആയിട്ടാണ് ഈ സംസാരം നടത്തുന്നത്. അങ്ങനെ ഏകദേശം ഒരു 2-3 മണിക്കൂറിനുള്ള ഒരു 8,20,000 സംതിങ് രൂപ ഇവർ കൊണ്ടു കൊടുക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോവുകയും അന്ന് രാത്രി തന്നെ ഈ ദിയാകൃഷ്ണയെ വിളിച്ച് പിന്നെ പൈസ തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മോശമായിട്ട് സംസാരിക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. കൗണ്ടർ അപ്പോഴത്തേക്ക് ഇവർ കൊണ്ടുവന്ന് കേസ് കൊടുക്കുകയും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെതിരായിട്ട് അതായത് ഇവർ പണം തട്ടിച്ചു എന്നുള്ള രീതിക്ക് കൃഷ്ണകുമാറിന്റെ ഫാമിലി കേസ് കൊടുക്കുകയും അത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ 3 പെൺകുട്ടികളും കൊണ്ടുപോയി കൗണ്ടർ കേസ് കൊടുക്കുകയും ചെയ്തു. അതായത് ഇവരെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു, അതുപോലെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് ഇടിച്ച് കാശ് വാങ്ങിച്ചു, അങ്ങനെയൊക്കെ പല രീതിക്ക് കേസ് കൊടുക്കുകയും ഇത് പ്രശ്നത്തെ വഷളാക്കുകയും ചെയ്തു. അപ്പം ഈ കൃഷ്ണകുമാറിന്റെ ഫാമിലി ഇത് അവരുടെ കയ്യിൽ നിൽക്കില്ല എന്ന് കണ്ടപ്പം അവർ എന്താണ് ആ ഒരു രീതിക്ക്, അതായത് നമ്മുടെ പോലീസ് കോടതി ആ ഒരു രീതിക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ ഈ ന്യൂസ് റിപ്പോർട്ടർമാരോടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ 3 പെൺപിള്ളാരും ന്യൂസ് റിപ്പോർട്ടർമാരോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവർ പൊളിറ്റിക്കൽ രീതിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സപ്പോർട്ടും അവർക്ക് കിട്ടാതിരിക്കും. കാരണം കൃഷ്ണകുമാറും ഫാമിലി മൊത്തം BJP ആണ്. അതുപോലെ തന്നെ ജാതിയുടെ കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്, ജാതിയുടെ പേരിൽ അവരെ അധിക്ഷേപിച്ചു, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ദിയാകൃഷ്ണ അതിന് തലേന്ന് ഇവരെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് ഭയങ്കര മോശമായിട്ട് സംസാരിച്ചു. ഇതൊക്കെ ഇവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഈ റെക്കോർഡ് ചെയ്തത് ഫുള്ള് ഇവർക്കെതിരായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അതെന്ന് പറയുന്നത് അവർ പുറത്തു വിട്ട ഒരു കാര്യത്തിൽ ഇങ്ങനെ പറയുന്നത് വെച്ചാൽ ദിയാകൃഷ്ണ മോശമായിട്ട് സംസാരിച്ചു, ചീത്ത വിളിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. അതായത് ഇപ്പം നമ്മൾ വിശ്വസിച്ച ഒരാളെ സാധനം ഏൽപ്പിക്കുമ്പോൾ അവർ നമ്മളോട് തിരിച്ച് മോശമായിട്ടല്ലെങ്കിൽ അത്രയും രീതിക്ക് വഞ്ചന കാണിക്കുമ്പോൾ ആരായാലും തിരിച്ച് റിയാക്ട് ചെയ്യും. ആ ഒരു കാര്യം മാത്രമേ ദിയാകൃഷ്ണയും അതിനകത്ത് ചെയ്തിട്ടുള്ളൂ. അപ്പം അതിനകത്ത് ഇപ്പോൾ ഒത്തിരി പേര് അതിനിടയിൽ കമൻറ്റ് ഒക്കെ ആദ്യമേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവരോട് എനിക്ക് പേഴ്സണലി ഉള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, എന്തുകൊണ്ടും ഇപ്പം ഞാനായാലും ആരായാലും നിങ്ങളായാലും ദിയാകൃഷ്ണയെ പോലല്ലേ പെരുമാറത്തുള്ളൂ. കാരണം ഇപ്പം വന്നേക്കുന്ന പ്രൂഫും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ഒരു അഹാന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ ഫുൾ കാര്യങ്ങൾ ആ 3 പെൺപിള്ളാരും കാര്യങ്ങൾ ഫുള്ള് സമ്മതിച്ചിട്ടുണ്ട്. അവരിതോട്ട് പൈസ മാറ്റിയിട്ടുണ്ട്, ഓഗസ്റ്റ് മുതലാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്തത്, ഇതുപോലെയാണ് ഈ തട്ടിക്കൊണ്ടുപോക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അവർ കാറിൽ കയറ്റി കൊണ്ടുപോയി, അത് അവരുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ബാക്കി റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു, കാര്യങ്ങളെല്ലാം കൂടെ ഉണ്ടായിരുന്നു. അപ്പം വക്കീൽ പറഞ്ഞു കൊടുത്തതിൻ്റെ ഒരു ബേസിലായിരിക്കും അവരിങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുക. 68 ലക്ഷം രൂപ പറ്റിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അവർ ആ ഒരു ന്യൂസ് പുറത്തു വന്നപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഇതുണ്ടായിരുന്നു, ഇത്രയും ഒരു സെയിൽ അവിടെ ഉണ്ടോ, ഇവരിങ്ങനെ പറ്റിച്ചോ അല്ലെങ്കിൽ വെറുതെ ആണോ അല്ലെങ്കിൽ ആ പിള്ളേരെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ. പക്ഷെ
അപ്പം എല്ലാം ക്ലിയർ ചെയ്ത് അഹാന തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവർ 3 പേരും കുറ്റം സമ്മതിക്കുന്ന ഇത്രയും പൈസ അവർ തട്ടിച്ചിട്ടുണ്ട്. അതിൽ 8 ലക്ഷത്തി സംതിങ് രൂപ അവർ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ച ആ ഒരു ഇതാണ് അവർ തട്ടിക്കൊണ്ടുപോക്കൽ ശ്രമമായിട്ട് ഇങ്ങനെ ആക്കിയേക്കുന്നത്. അതുപോലെ ഇവർ പുറത്ത് വിട്ട ഈ കാര്യങ്ങളും എല്ലാം ഇവർക്കിപ്പോൾ തിരിച്ചടിയായിട്ട് മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പം ഇപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അഹാനയുടെ അല്ലെങ്കിൽ ദിയാകൃഷ്ണയുടെ ഫാമിലി, കൃഷ്ണകുമാറിൻ്റെ അവരുടെ ആ ഒരു ഫാമിലിയുടെ പക്ഷത്താണ് ശരി. അവർ ഇത്രയും നാൾ കഷ്ടപ്പെട്ട്, ഇപ്പം ഈ OC എന്ന് പറയുന്ന ദിയാകൃഷ്ണ അവർ ഒരുപാട് നാളുകളായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു സ്ഥാപനം ഇതാക്കി കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർ പ്രഗ്നൻ്റ് ആണ്, ഇപ്പോൾ ഒത്തിരി സ്ട്രഗിളും കാര്യങ്ങളിലൂടെയൊക്കെ പോകുന്നതാണ്. അപ്പോൾ അവർ വിശ്വസിച്ച് ഏൽപ്പിച്ചേക്കുന്ന 3 പേരുണ്ടല്ലോ എന്നുള്ള ബേസിലായിരിക്കും അവർ ചിലപ്പോൾ ആ കടയിലേക്ക് വരാത്തതും കാര്യങ്ങളും നോക്കാത്തതും. വർഷങ്ങളായിട്ട് കൂടെ നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. അതിൽ ഒരു പെൺകുട്ടി നേരത്തെ ഉള്ളതും ഇപ്പം 2 പേര് ഈ പെൺകുട്ടി തന്നെ ബന്ധുക്കളെ കൊണ്ടുവന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ആരായാലും നമുക്ക് വിശ്വാസമുള്ളവരൊരു കടയിൽ നിൽക്കുമ്പം അല്ലെങ്കിൽ അവർ നോക്കിക്കോളും എന്നുള്ളൊരു ബേസിലായിരിക്കുമല്ലോ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ ജാതിയുടെ കാര്യത്തെയൊക്കെ പറ്റി ദിയാകൃഷ്ണ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, റിയാക്ട് ചെയ്ത് പുള്ളിക്കാരി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി അങ്ങനെയുള്ള രീതിയിലൊന്നും ആരെയും വേർതിരിച്ചും കാര്യങ്ങളും ഒന്നും കണ്ടിട്ടില്ലെന്ന്. അപ്പോൾ ഇവരുടെ കൃഷ്ണകുമാറിൻ്റെ ഫാമിലിക്ക് ഒരുവിധം ഹേറ്റേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ അപ്പം അവരെ കുറച്ചുകൂടി കരിവാരി തേക്കാനായിട്ട് ഈ 3 പെൺകുട്ടികൾ ശ്രമിച്ചു. പക്ഷെ അത് അവർക്കെതിരായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അല്ല, കാരണം ഞാനും അമ്മയും പോയപ്പോ കറക്റ്റ് നിന്റെ സ്കാനർ അവിടെ ഇരിക്കില്ലേ, അതെടുത്ത് സ്കാൻ ചെയ്തു. കാർഡ് പോക്കാവില്ല എന്ന് പറഞ്ഞില്ല, ക്യാഷ് തരണം എന്ന് പറഞ്ഞില്ല. കാർഡ് മെഷീൻ ഒക്കെ അവിടെ ഉണ്ട്, കാർഡ് മെഷീൻ ഉണ്ട്. ഞാൻ ക്യാഷ് ഒക്കെ തന്നെ വല്ലപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ 2-3 അഞ്ഞൂറ് ഞാൻ പോയി ഈ നാട്ടില് ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല. ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല. അവരെ ഇറക്കി വിടൂല. നിങ്ങൾ പറ, അതുകൊണ്ട് ക്രിമിനൽസിന് ഈ നാട്ടിൽ ഫ്രീ ആയിട്ട് നടക്കാൻ നിങ്ങൾ ഒരു ചെറിയ തെറ്റല്ല. നിങ്ങൾ ഒരു 10,000 രൂപ ഒരിക്കൽ മോഷ്ടിച്ചെന്നിരിക്കട്ടെ, നിന്നെ കള്ളിന്ന് വിളിക്കാം. ഒരു മോശം ഇവിടെ നിന്ന് പോകുന്നു. ഐ തിങ്ക് വി ഷുഡ് ബി കോളിംഗ് ദ പോലീസ്. വി ഷുഡ് ബി കോളിംഗ് ദ പോലീസ്. ആ വീഡിയോ ഇതിൽ അഹാന കൃഷ്ണകുമാർ ഫുൾ ക്ലാരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഓഗസ്റ്റിൽ മുതലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ദിയാകൃഷ്ണ ഹോസ്പിറ്റൽ, അതായത് പ്രഗ്നന്റ് ആയി പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോകാൻ തുടങ്ങിയ ആ ഒരു ടൈം തൊട്ടാണ് ഈ ഒരു തട്ടിപ്പ് അവർ നടത്തിയേക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട്. പലരുടെയും സ്കാനർ വെച്ച്, ഇവരുടെ 3 പേരെയും സ്കാനർ വെച്ച് അവർ പൈസ ഷെയർ ഇട്ടെടുത്തു, പിന്നെ വീട് വെച്ച് ഗോൾഡ് വാങ്ങിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവർ ഇതിൽ പറയുന്നത്. ഈ ഒരു കാര്യം പിടിക്കാനുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതോ ഒരു കസ്റ്റമർ ഇതോട്ട് പൈസ പേ ചെയ്തിട്ട് കിട്ടിയോ എന്നറിയാൻ ദിയാകൃഷ്ണയ്ക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കുകയും അങ്ങനെയാണ് ഈ കാര്യം പുറത്തു വരികയും ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഇത്രയും മാത്രമേ ഉള്ളൂ. അതായത് ഈ വീഡിയോയുടെയൊക്കെ അടിയിൽ ഒത്തിരി പേര് വന്ന് കൃഷ്ണകുമാറിന്റെ ഫാമിലിക്കെതിരായിട്ട് ഒത്തിരി നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട്. അപ്പം അവര് വ്ളോഗേഴ്സ് അല്ലെ ഫാമിലി ആയിട്ട് എല്ലാവരും വ്ളോഗ് ചെയ്യുന്ന ഒത്തിരി പൈസ ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് അവർക്ക് വലിയ നഷ്ടം ഉണ്ടായാലും കുഴപ്പമില്ല എന്നൊക്കെ ഒരു ബേസിൽ, പൈസ ഉള്ളവരായാലും പാവപ്പെട്ടവരായാലും നഷ്ടം തന്നെയാണ്. ഇപ്പം ദിയയ്ക്ക് സംഭവിച്ചത് അത്രയും നാൾ ആ കുട്ടി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന അവളുടെ ഒരു ബിസിനസ് ഇല്ലാതായത്, അപ്പം അതിനൊത്തിരി നഷ്ടം സംഭവിച്ചത്. അപ്പോൾ ആ ഒരു രീതിക്ക് സംസാരിക്കുന്നവരോട് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ്, ഈ ഒരു കാര്യത്തിൽ കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയുടെ സൈഡിൽ തന്നെയാണ് ശരി. അവർ പോയ രീതി തന്നെയാണ് കറക്റ്റ്. അതായത് അവർക്ക് ഇതുപോലെയുള്ള നഷ്ടങ്ങൾ സംഭവിച്ചപ്പോൾ അവർ കേസ് കൊടുത്തു, കാര്യങ്ങൾ ഇതാക്കി. അല്ലാതെ അവരാരെയും മനഃപൂർവ്വം തട്ടിക്കൊണ്ടു പോകാനോ ആരെയും ജാതി പറഞ്ഞ് കളിയാക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. അവർ നോർമലി എല്ലാ സാധാരണപ്പെട്ട ആൾക്കാരും ചെയ്യുന്ന ഏത് രീതിയാണോ അതിൽ ആദ്യം വിളിച്ചിട്ട് ഇതോട്ട് കാര്യങ്ങളൊക്കെ തെളിവ് സഹിതം കിട്ടിയിട്ടുണ്ട്. അപ്പം എന്താണ് നിങ്ങൾ പൈസ തരണം ആ ഒരു രീതിക്ക്. പിന്നെ മറ്റവർ കൊണ്ടുവന്ന് കേസ് കൊടുത്തപ്പോഴാണ് ഇവർ ആ ഒരു രീതിക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയേക്കുന്നത്. പിന്നെ ആരായാലും സ്വന്തം ബിസിനസ് ഇങ്ങനെ തകരുമെന്ന് കണ്ട് ആരായാലും റിയാക്ട് ചെയ്യും, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒത്തിരി പേരിൻ്റെ റിയാക്ഷനും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. കൃഷ്ണകുമാറിൻ്റെ ഫാമിലി അവരുടെ വ്ളോഗ് കാണുകയോ അവരുടെ പേഴ്സണൽ ഫാനോ ഒന്നുമല്ല. പക്ഷേ ഈ പെൺകുട്ടികളെ എനിക്കറിയത്തില്ല. ഈ ഒരു കേസിൽ കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയുടെ ഭാഗത്ത് തന്നെയാണ് ശരിയെന്ന് കോമൺ സെൻസ് ഉള്ള ആർക്ക് കണ്ടാലും അത് മനസ്സിലാവും.
അപ്പൊ ഇന്ന് വന്ന ആ ഒരു വീഡിയോ പുറത്ത് വന്നപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി കാണും. അവർക്ക് വന്ന നഷ്ടം എത്രത്തോളമാണെന്നും അവർ എത്രത്തോളം പറ്റിച്ചെന്നും വിശ്വാസ വഞ്ചന എത്രത്തോളമാണെന്നും ആ കുട്ടി അനുഭവിച്ച സ്ട്രഗിളും കാര്യങ്ങളും എല്ലാത്തിനെയും ബേസ് ചെയ്ത്. അപ്പം ഈ കൃഷ്ണകുമാറിന്റെ ഫാമിലിക്ക് ഒത്തിരി ട്രോളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെയും ആൾക്കാർ ആ ഒരു രീതിയിൽ ട്രോളിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഈ ഒരു കേസിൽ ഇവരുടെ ഭാഗത്താണ്, ജെന്യുവിൻ ആയിട്ടുള്ള ഒരു കേസാണ് ഇവർ ചെയ്തത്. അവർക്ക് വന്ന ആ ഒരു വിശ്വാസവഞ്ചനയ്ക്കെതിരായിട്ടുള്ള നടപടിയാണ് അവരെടുത്തത്. ഇത് എനിക്ക് പേഴ്സണലി തോന്നിയ അഭിപ്രായമാണ്. അത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.